ബിഗ് ബോസ് മലയാളം സീസൺ 7. അതായത് ഇന്ന് രാവിലെയും കൂടി ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അനിമോള് അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസിനെയൊക്കെ മൊണ്ണകളെന്നൊക്കെ വിളിച്ചിട്ട് ജിസേലിനെ താങ്ങി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായി പോയി എന്നുള്ളൊരു അഭിപ്രായം രാവിലത്തെ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞതാണ്. അത് പിൻവലിക്കേണ്ടി വരുമോ എന്ന് വൈകുന്നേരമായപ്പോൾ തോന്നുകയാണ്. കാരണം എന്തുവാടേ ഇത്? എല്ലാത്തിനും ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇങ്ങനെ ജിസേലിനെ ഇവർ താങ്ങുന്നതിന്റെ കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനുമോളും ജിസേലും തമ്മിലുള്ള ഗെയിം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഗെയിം എന്ന് പറയുന്നത് അവിടെ കോസ്മെറ്റിക് സാധനങ്ങൾ ജിസേല് ഒളിപ്പിച്ചു വെച്ച് ഉപയോഗിച്ചതായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ അപ്പാനി ശരത്ത്, അക്ബർ, ആര്യൻ, നെവിൻ, പിന്നെ രണ ഫാത്തിമ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ജിസേലിനെ താങ്ങുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബിഗ് ബോസിന്റെ നിയമം ലംഘിച്ച ഒരാളല്ലേ അവര്? ഷോ നിർത്തി വെക്കാൻ വരെ ബിഗ് ബോസ് പോയി ജിസേല് കാരണം. ആ ജിസേലിനെയാണ് ഇവരിങ്ങനെ താങ്ങുന്നത്. അനുമോൾ എന്തോ ബീട്രൂട്ട് എടുത്ത് ഉപയോഗിച്ചു, ബീട്രൂട്ട് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഭയങ്കര കമ്പാരിസൺ നടത്തുന്നു. എന്തൊരു കമ്പാരിസൺ ആണ്? ബിഗ് ബോസ് ബീട്രൂട്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. മറ്റേത് ബിഗ് ബോസ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതാണ്. ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കരുത്, ബിഗ് ബോസ് അറിയാതെ കയ്യിലും വെക്കരുത്. അങ്ങനെ കർശനമായിട്ട് പലതവണ താക്കീത് കിട്ടിയ ആളാണ് ജിസേൽ എന്ന് പറയുന്ന ആള്. അനുമോളോ മറ്റേതെങ്കിലും സ്ത്രീ മത്സരാർത്ഥികളോ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ, അത് ശരിയാണ്, അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം വീട്ടുകാർക്കുണ്ട്. അവർക്ക് കഴിക്കാൻ കൊടുത്ത റേഷനിൽ നിന്ന് കുറച്ചെടുത്ത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാം, അത് എടുക്കരുത് എന്നും പറയാം. അത് തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ബിഗ് ബോസിന്റെ നിയമത്തെ ലംഘിച്ച ജിസേൽ ചെയ്ത പ്രവൃത്തിയുമായിട്ട് ബീട്രൂട്ട് എടുത്ത് തേച്ചു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ കുറച്ചെങ്കിലും ഡിഫറൻ്റ് ഒപ്പീനിയൻ പറയുന്നവരായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് ഷാനവാസ്, മറ്റൊന്ന് അനീഷ്, അഭിലാഷ് ഒരു പരിധിവരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമുള്ള ആളായിട്ട് തോന്നി. ഇന്ന് ശൈത്യ വളരെ നന്നായിട്ട് സംസാരിച്ച പോലെ തോന്നി. ആദില, നൂറ അവർ സ്റ്റെപ്പായിട്ട് കയറി വരുന്നുണ്ട്. വ്യക്തമായിട്ട് അവർക്കൊരു നിലപാടും അഭിപ്രായമുള്ളതുപോലെ തോന്നി. ബിൻസി അവിടെ ഇവിടെയും ചവിട്ടി നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. കുറച്ചും കൂടെ ക്ലാരിറ്റി വരാനുണ്ട് ബിൻസിയുടെ സ്റ്റാൻഡിൽ. എന്തായാലും എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് അക്ബർ, അതുപോലെ നമ്മുടെ അപ്പാനി, നമ്മുടെ നെവിൻ, ആര്യൻ ഇവരൊക്കെ ശരിക്കും എന്തുവാണ് ഇത് പാവാടകൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത് ഒരുമാതിരി ഭയങ്കര ബോറായി പോയി കേട്ടോ. ഇങ്ങനെ ഒരു വിമൻ കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ താങ്ങി അവരുടെ പുറകെ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട കാര്യം എന്താണ് ഇവർക്ക്? ഇപ്പൊ ഷാനവാസ് എന്ത് അടിപൊളിയായിട്ട് സംസാരിച്ചു. അനുവിന്റെ ഭാഗത്തെ മിസ്റ്റേക്സും സമ്മതിക്കുന്നുണ്ട് ആള്. ജിസേൽ പറഞ്ഞ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ജിസേൽ ചെയ്ത പ്രവർത്തികളുടെ തെറ്റും പറയുന്നുണ്ട്. ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഷാനവാസ് സംസാരിക്കുന്നത്. ആരെയും കൂടുതലായിട്ട് താങ്ങാനൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഈ അക്ബറിനും അപ്പാനിക്കും ഒക്കെ എന്തിന്റെ കുഴപ്പമാണെന്നാണ്. എന്തിനാണ് ഇങ്ങനെ ഇത്രയും ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ ഒന്ന് ഇത് ഗ്രൂപ്പിസമാണ്, രണ്ടാമത് ഭയങ്കര ബോറാണ് കേട്ടോ ഇത്. സീരിയസ്ലി ഇത് ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് കമന്റ്സ് കണ്ടു. പാവാടയാണെന്ന് വിളിച്ചു തുടങ്ങി പ്രേക്ഷകർ. കഴിഞ്ഞ സീസണിൽ പല മെയിൽ കണ്ടസ്റ്റൻസിനും ഒക്കെ വാഴ വിളിയാണ് കേൾക്കേണ്ടി വന്നത്. മലയാളം ബിഗ് ബോസിൽ അങ്ങനെ അധികം പാവാട വിളി കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോ പാവാട വിളി കേട്ടു തുടങ്ങിയിരിക്കുകയാണ്. സീരിയസ്ലി പലരുടെയും പിന്നെ വീഡിയോകളിൽ പറയുന്നുണ്ട്, കമന്റ്സിൽ പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു പ്രയോഗം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇവർ മര്യാദയ്ക്ക് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ വാഴയേക്കാൾ മോശമായ പേരും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രേക്ഷകർക്ക് അറിയാലോ, നമ്മളിന്ന് രാവിലത്തെ വീഡിയോ കൂടി അനുമോൾ ചെയ്തത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മൊണ്ണകളെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ അല്ല എന്നും അനുമോള് പറഞ്ഞതാണ് ശരിയെന്നും ഇവരിത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ലൈവ് കാണുമ്പോൾ എനിക്കും തോന്നുന്നു ഇവന്മാരൊക്കെ എന്താ വെറും പാവാടകളാണോ എന്ന്. സീരിയസ്ലി തോന്നിപ്പോവാണ്, ജെന്യുവിനായിട്ട് പറയാണ്. അങ്ങനെ തോന്നിപ്പോവാണ്. ഒരു നിലപാടില്ലാതെ ഈ ജിസേലിന്റെ തെറ്റുകളെ ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇവരാരും ജിസേൽ ചെയ്ത പ്രവൃത്തിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, സ്ട്രോങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അത് അവിടെ ആകെ ചെയ്തത് സ്ത്രീകളിൽ പ്രധാനമായിട്ട് അനുമോളും പിന്നെ അവരെ കൂടെ നിൽക്കുന്ന 2-3 വുമൺ കണ്ടസ്റ്റൻസും ചെയ്തിട്ടുണ്ട്. ആദില, നൂറ അവരൊക്കെ. പിന്നെ ഷാനവാസ് അത് തെറ്റാണെന്ന് ചങ്കൂറ്റത്തോടെ എണീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനീഷ് തെറ്റാണെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നിനെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല. വെറും വാഴകളെ പോലെ ഇരുന്നല്ല, അതുള്ള കാര്യം പറയാമല്ലോ. വളരെ മോശമായി പോയി ഇത്. മൊത്തം മെയിൽ കണ്ടസ്റ്റൻസിന് നാണക്കേട് ഉണ്ടാകുന്ന 3-4 പേരായിട്ട് ഇവർ മാറുകയാണ്.